Question. Let f from z to z bar 4z cross z bar 6z. ഇതെന്താ quotient group ആണ്. z bar 4z cross z bar 6z be function such that f of n equal to n mod 4, n mod 6, then 0 mod 4, 3 mod 6 is in the image of f, a mod 4, b mod 6 is in the image of f for all even integers a and b. Image of f has exactly 6 elements. Kernel of f equal to 24z. f എന്ന് പറയുന്നത് ഇസഡിൽ നിന്ന് ഇസഡ് ബാർ 4z ക്രോസ് ഇസഡ് ബാർ 6zലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് അല്ലേ. ഇസഡ് ബാർ എൻ ഇസഡ് ഐസോമോർഫിക് ടു ഇസഡ് എൻ ആണ്. ഇസഡ് ബാർ എൻ ഇസഡ് ഐസോമോർഫിക് ടു ഇസഡ് എൻ ആണ്. അപ്പോൾ ഇസഡ് ബാർ 4z ഏതുമായിട്ടായിരിക്കും ഐസോമോർഫിക് ആവുന്നത്? ഇസഡ് ബാർ 4z ഐസോമോർഫിക് ടു ഇസഡ് 4 ആയിരിക്കും അല്ലേ. ഇസഡ് ബാർ 6z ഇസഡ് ബാർ 6z ഐസോമോർഫിക് ടു ഇസഡ് 6 ആയിരിക്കും. അപ്പോൾ എഫ് ഇസഡിൽ നിന്ന് ഇസഡ് 4 ക്രോസ് ഇസഡ് 6ലേക്കുള്ള ഒരു മാപ്പിംഗ് ആയിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇസഡ് 4 എന്ന് പറഞ്ഞാൽ 4 എലമെന്റ്സ് ഉണ്ടല്ലേ, 0 മുതൽ 3 വരെ. ഇസഡ് 4 0 മുതൽ 3 വരെ. ഇസഡ് 6 0 മുതൽ 5 വരെ. അപ്പോൾ ഇസഡ് 4 ക്രോസ് ഇസഡ് 6. ഇസഡ് 4 ക്രോസ് ഇസഡ് 6 എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് 4ലെ എല്ലാ എലമെന്റിനെയും ഇസഡ് 6ലെ എല്ലാ എലമെന്റുമായിട്ട് മാപ്പ് ചെയ്യണം. ഇസഡ് 4ലെ എല്ലാ എലമെന്റും ഇസഡ് 6ലെ എല്ലാ എലമെന്റുമായിട്ട് മാപ്പ് ചെയ്യണം. അതായത് 0 0, 0 1, 0 2, 0 3 എക്സെട്ര 0 5 വരെ വരും. പിന്നെ 1 0, 1 1, 1 2, 1 3, 1 4, 1 5. പിന്നെ 2 0, 2 1, 2 2 എക്സെട്ര 2 5. 3 0, 3 1, 3 2 എക്സെട്ര 3 5. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ഇസഡ് 4 ക്രോസ് ഇസഡ് 6ൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് എത്ര എലമെന്റ് കാണും? ഇസഡ് 4ൽ m എലമെന്റും ഇസഡ് 6ൽ n എലമെന്റും ആണെങ്കിൽ ഇസഡ് 4 ക്രോസ് ഇസഡ് 6ൻ്റെ അകത്ത് n എലമെന്റ്സ് കാണും. ഇസഡ് 4ൽ m, ഇസഡ് 6ൽ n, ഇസഡ് 4 ക്രോസ് ഇസഡ് എന്നിൽ n എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ 24. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇസഡിൽ നിന്ന് ഇസഡ് 4 ക്രോസ് ഇസഡ് 6ലേക്കുള്ള മാപ്പിംഗ് ആണ്. ഇസഡിൽ നിന്ന്, ഇസഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ സെറ്റിൽ നിന്ന് ഇസഡ് 4 ക്രോസ് ഇസഡ് 6. ഇവിടെ 24 എലമെന്റ്സേ ഉള്ളൂ. ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങോട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ്. എങ്ങനെ മാപ്പ് ചെയ്തേക്കുന്നത്? എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ മോഡ് 4, എൻ മോഡ് 6. എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ മോഡ് 4, എൻ മോഡ് 6 ആണ് മാപ്പ് ചെയ്തേക്കുന്നത്. അതായത് എഫ് ഓഫ് 0 എന്ത് വരും? 0 മോഡ് 4, 0 മോഡ് 6. 0 മോഡ് 4 ഇസഡ് 4ൽ 0 തന്നെയാണ്. 0 മോഡ് 6 ഇസഡ് 6ൻ്റെ അകത്ത് 0 തന്നെയാണല്ലേ. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 0. എഫ് ഓഫ് 1 1 1. എഫ് ഓഫ് 2 2 2. എഫ് ഓഫ് 3 3 3. എഫ് ഓഫ് 4 എഫ് ഓഫ് 4 ഇസഡ് 4ൻ്റെ അകത്ത് 4 എന്താ? 4 0 ആണ്. അപ്പോൾ എഫ് 4 എന്ന് പറഞ്ഞാൽ 0 4. എഫ് 5 എന്ന് പറഞ്ഞാൽ n മോഡ് 4, 5 മോഡ് 4. 5 ഇസഡ് 4ൽ എന്ത് വരും? 1 വരും. ഇസഡ് 4ൽ 5 1 ആണ്. 4 0, 5 1, 6 2, 7 3. വീണ്ടും 8 0, 9 1 അങ്ങനെ പോകും. അപ്പോൾ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 മോഡ് 4, 4 മോഡ് 6 എന്നാണ്. 4 മോഡ് 4 എന്ന് പറഞ്ഞാൽ 0, 4 മോഡ് 6. 6ൻ്റെ അകത്ത് 4 തന്നെയാണ്. 0 4. എഫ് 5 ഇസഡ് 4ൽ എന്താ? 1 ആണ്. ഇസഡ് 6ൽ 5 തന്നെ. എഫ് 6 എന്ത് വരും? എഫ് 6 ഇസഡ് 4ൻ്റെ അകത്ത് 2. 6നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 2 ആണ്. 2. ഇസഡ് 6ൽ 6 0 അല്ലേ. അപ്പോൾ എഫ് ഓഫ് 6 2 0, എഫ് ഓഫ് 7 3 1 അങ്ങനെ പോകും.
അങ്ങനെ F(8), F(9) എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. F12 വരുമ്പോൾ വീണ്ടും ഇത് 0 0 ആവും. പിന്നെ F13 വരുമ്പോൾ 1 1 ആവും. F14 വരുമ്പോൾ 2 2 ആവും. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഇമേജ് ഓഫ് എഫ് ഹാസ് എക്സാക്ട്ലി 6 എലമെന്റ്. ഓപ്ഷൻ സി പറഞ്ഞേക്കുന്ന ഇമേജ് ഓഫ് എഫ് ഹാസ് എക്സാക്ട്ലി 6 എലമെന്റ്. എഫിന് ഇമേജ് 6 എലമെന്റ്സ് ആണോ ഉള്ളത്? അല്ല. ഇത് നമുക്ക് ഓപ്ഷൻ സി അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാം. ഓപ്ഷൻ സി അല്ല. പിന്നെ അടുത്തത് കേർണൽ ഓഫ് എ പാർട്ട് നോക്കാം. 0 mod 4, 3 mod 6 ഈസ് ഇൻ ദ ഇമേജ് ഓഫ് എഫ്. 0 mod 4 Z4ൽ 0 0 തന്നെയാണ്. 3 mod 6 3 Z6ൽ 3 തന്നെയാണ്. അപ്പോൾ 0 3 എന്ന് പറഞ്ഞ ഇമേജ് 0 3 എന്നുള്ള എലമെന്റ് ഇമേജിലുണ്ടോന്ന്. 0 3 ഈസ് ഇൻ ദ ഇമേജ് ഓഫ് എഫ്. 0 3 ആദ്യത്തെ 0 0 ആണ്. 1 1 2 2 0 3 വേണം നമുക്ക്. 0 3 ഇല്ല അല്ലേ? 0 3 ഒന്നുമില്ല ഇല്ലല്ലോ. അപ്പോൾ 0 3 എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് എഫ് അല്ല. ഓപ്ഷൻ എയും നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഡി നോക്കാം. കേർണൽ ഓഫ് എഫ് ഈക്വൽ ടു 24Z. കേർണൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിന്റെ ഇമേജിനെ 0 0ലേക്ക് മാപ്പ് ചെയ്യുന്നത് അല്ലേ? അത് 24Z ആണ്. 24ന്റെ മൾട്ടിപ്പിൾ ആണ്. എഫ് ഓഫ് 24 നമുക്ക് ചെക്ക് ചെയ്യാം. 24 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് 24 ഈക്വൽ ടു 24 mod 4 24 mod 6. 24 mod 4 എന്ന് പറഞ്ഞാൽ 24നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 24/4 എന്താ? 6 × 4 24. റിമൈൻഡർ 0. അപ്പോൾ 0 ആണ്. 24 mod 6 24/6 4 ആണ്. റിമൈൻഡർ 0 ആണ്. അപ്പോൾ 0 0 എന്ന് വരും. എഫ് ഓഫ് 24 0 0 ആണ്. ഇനി എഫ് ഓഫ് 48 നോക്കിയാലും ഇതുപോലെയല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 0 0 വരും. പക്ഷേ എഫ് ഓഫ് 12ഉം 0 0 നമുക്ക് കിട്ടി. ഓൾറെഡി കിട്ടി. എഫ് ഓഫ് 12ഉം 0 0 ആണ്. അതായത് 12ന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ 0 0 ആയിട്ട് പോകുന്നത്. 24ന്റെ അല്ല. അപ്പോൾ കേർണൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 12Z ആണ്, 24Z അല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും റിമൂവ് ചെയ്യാം. സിയും എയും ഡിയും അല്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? എ mod 4 B mod 6 is in the image of f for all even integers a and b. A mod 4 B mod 6 is in the image of f. അതായത് f of x എന്ന് പറയുന്നത് a mod 4 B mod 6 ആയിരിക്കും f of aയും bയും ഈവൻ ഇൻഡിജേഴ്സ് ആകുമ്പോൾ. അതായത് f of a mod 4ൽ a ഈവൻ ആവണമെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏതൊക്കെയാ? 0ഉം 2ഉം ഈവൻ വരുമ്പോൾ. 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴോ 0ഉം 2ഉം 4ഉം വരാം അല്ലേ? 0ഉം 2ഉം 4ഉം വരാം. നമ്മൾ ഇമേജ് ഓഫ് എഫ് ഓഫ് 0 എഫ് ഓഫ് 1 അതെല്ലാം എഴുതിയായിരുന്നു. എഫ് ഓഫ് 12 0 0 വരും. എഫ് ഓഫ് 13 1 1 വരും. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഈവൻ നമ്പേഴ്സിൻ്റെ ഇമേജ് നോക്കിയേ. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 2 ആണ്. ഫസ്റ്റ് എലമെന്റ് 0യോ 2യോ വരുള്ളൂ ഈവൻ ആവുമ്പോൾ. എഫ് ഓഫ് 2 ഈക്വൽ ടു 2. എഫ് ഓഫ് 4 0. എഫ് ഓഫ് 6 2. 0യോ 2യോ മാത്രമേ വരുള്ളൂ അല്ലേ? എഫ് ഓഫ് 10 2. എഫ് ഓഫ് 12 0. സെക്കൻഡ് എലമെന്റോ ബി mod 6. 0യോ 2യോ 4യോ വരാം. 2 എഫ് ഓഫ് 4 4. എഫ് ഓഫ് 6 0. 0 വന്നു, 4 വന്നു, 2 വന്നു. എഫ് ഓഫ് 8 2 വന്നു. എഫ് ഓഫ് 10 4 വന്നു, 0 വന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ mod 4 ബി mod 6 ഫോർ ഓൾ ഈവൻ ഇൻഡിജേഴ്സ് എ ആൻഡ് ബി ആയിരിക്കും. ഓപ്ഷൻ ബി.